ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് കാലത്ത് എണീച്ചപ്പം തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്ത കണ്ട്. ഇന്നലെ മുതലേ ചെറിയ ന്യൂസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും വിശ്വസിച്ചിട്ടില്ല. കാരണം അപ്പോൾ നേരാന്നോണോ എന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ കുറേ ഫേക്ക് ന്യൂസുകളും കുറേ പോസ്റ്റുകളൊക്കെ ഇതിന് മുന്നേ വരലുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ നമ്മുടെ 98.5 FM ഇല്ലേ, അപ്പോൾ അതിൻ്റെ നമ്മുടെ സൂരജ് ഇന്ന് കാലത്ത് ഞാൻ ഇങ്ങനെ കാലത്ത് പറഞ്ഞിങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്കോർ ചെയ്യുമ്പോൾ ഇങ്ങനെ നീക്കി പോകുമ്പോൾ കണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകദേശമൊക്കെ പ്രശ്നമൊക്കെ ഇപ്പോൾ ഏകദേശം തന്നെ മൊത്തത്തിൽ പ്രശ്നം തീർന്നു വിടാം. അപ്പോൾ പഴയ രീതിയിൽ തന്നെ ഏകദേശം വന്ന് തുടങ്ങി. അപ്പോൾ ഓഫീസുകളൊക്കെ ഏകദേശം തുറന്നിട്ടുണ്ട് തോന്നുന്നത്. 29 തീയതി 28 തീയതി സ്കൂളുകൾ ഫുള്ളും ഓപ്പൺ ആക്കുമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റുള്ള സാധാരണക്കാരുടെ ജീവിതമൊക്കെ ഉണ്ടല്ലോ, ഏകദേശമൊക്കെ ഒന്നും കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ആയി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പെരുന്നാളിൻ്റെ മുന്നേ പെരുന്നാളിന് ശേഷം ഒന്നും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഹൗസ് ഡ്രൈവർമാർക്ക് എന്താ അറിയാമല്ലോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുക. നമുക്കിപ്പോൾ പണി ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് ശമ്പളം ഇപ്പോൾ കുറച്ച് കുറഞ്ഞാലും ശമ്പളം കറക്റ്റ് നമുക്ക് കിട്ടും. അത് കൊറോണ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ല. കൊറോണ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടി മുന്നേ പോയി കഴിഞ്ഞാൽ വീട്ടിലിരുന്നു. കാരണം കൊറോണ ഏകദേശം എത്ര വർഷം പോയെന്ന് നമുക്കറിയാം. 1.5-2 വർഷത്തിൻ്റെ അടുത്ത് കൊറോണ അങ്ങനെ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പം അന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ശമ്പളം കിട്ടിയിരുന്നു. കാരണം വീട്ടിലുള്ളവർക്ക് കറക്റ്റ് ശമ്പളം കിട്ടി. അന്ന് കമ്പനിക്കാരൊക്കെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ലെങ്കിലും എന്നാലും ചെറുമാതിരൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന അവിടെ കയറ്റി. എന്നാലും കുഴപ്പമൊന്നുമില്ല. ബിസിനസ്സൊക്കെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ബിസിനസ്സും ഷോപ്പുകളും മാളുകളും ചെറിയ ചെറിയ കടകളൊക്കെ തോന്നുന്നുണ്ട്. കമ്പനിയെ കുറിച്ച് നമുക്കറിയില്ല. കമ്പനി നമ്മൾ പണിയെടുത്തിട്ടില്ല, അപ്പോൾ അത് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ സാധാരണ രീതിയിലേക്ക് തന്നെ ഏകദേശം വന്ന് വന്നിക്കണം. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും ഏകദേശം പ്രശ്നമൊക്കെ എല്ലാം തീർന്നു. അപ്പോൾ ഇനി നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയ മറ്റുള്ള വീഡിയോകൾ നമ്മൾ എടുത്തിട്ട് ഇനി ഷെയർ ചെയ്യുകയും അത് വേറെ മറ്റെന്താ പറയുക രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം കിട്ടും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ആയിക്കോട്ടെ മറ്റുള്ള GCCയിലായിക്കോട്ടെ ഒരുപാട് ഇതേപോലെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് അവർക്ക് ഫൈനും കുറേ എണ്ണത്തിനെ കുറിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഇവിടെ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ പിടിച്ചെന്നുള്ള ഒരു കാര്യം ന്യൂസ് ഞാൻ അറിഞ്ഞു. ഇതേപോലെ ഒരു പോസ്റ്റ് ഞാൻ കണ്ട്. അത് ഫേക്കാണെന്ന് അറിയില്ല. പക്ഷേ എന്താണെങ്കിലും ഫേക്കാണെങ്കിലും ഇനിയിപ്പോൾ ഒറിജിനലാണെങ്കിലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പോകേണ്ട ആവശ്യം. നമ്മളെന്താ ചെയ്യുക, നമ്മളെ പണിക്ക് പോവുക. ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൂമിൽ നിന്ന് വീട്ടിലേക്ക് അമ്മക്ക് കുട്ടികൾക്ക് വരെ വിളിച്ച് സംസാരിക്കത്തന്നുള്ളൂ. നമ്മളെന്തിനാ നമ്മളുള്ള റിയലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, മിസൈൽ വിടുക അത് വിടുക, അതൊന്നും നമ്മൾ ഷെയർ ചെയ്യണ്ട. വീഡിയോ എടുക്കണം. നമ്മൾ പോകുമ്പോൾ ആ കണ്ണുകൊണ്ടാണ് നമ്മൾ അടക്കുക. അത്രേ ഉള്ളൂ, അത് മതി. കാരണം നമ്മുടെ നാട്ടിലത് നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യത്ത് നമ്മുടെ ഇവിടെ വന്നിരിക്കണം എന്തിനാണ്, നമ്മുടെ കുടുംബം നമ്മുടെ മക്കളെ ഒക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ നോക്കാനാണ് വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഇവിടുത്തെ പൈസ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസം പ്രശ്നം നടന്നുകൊണ്ട് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്യാസിൻ്റെ പേരിലും ഗ്യാസൊക്കെ അങ്ങനെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. യുദ്ധം തുടങ്ങി എന്നൊക്കെ നമുക്കറിയാം. നമുക്ക് കുറേ ഊളകൾ അറിഞ്ഞിരുന്നു യുദ്ധം വരട്ടെ എന്നൊക്കെ. കാരണം അതൊക്കെ വിരോധമുള്ള ആൾക്കാരാണ്. കാരണം ഈ മുസ്ലിം രാജ്യത്തോടുള്ള വിരോധമുള്ള ആൾക്കാരാണ്. കുറേയൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത് വന്നതിൻ്റെ ശേഷം ഇപ്പം എന്തായി? ഇപ്പോൾ അവരൊരു മനുഷ്യ വായ തുറക്കണമെങ്കിലും മുണ്ടാണ്ട് കല്ലിപ്പോൾ. കാരണം ഗ്യാസില്ല. ഇനി പഴയ രീതിക്ക് എല്ലാവരും പോവുമോ? പഴയ നമ്മുടെ അമ്മമാരൊക്കെ പോയിട്ട് എൻ്റെ ഉമ്മയും ഞാനും എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് ചെറിയൊരു പറങ്ങാക്കാണ്ട് കശുവണ്ടി എന്ന് പറയും. അവിടെ പോയി ചെറിയ ചുള്ളലും ചവറൊക്കെ അടിച്ചു വന്നിട്ടാണ് ഇവർ ചോറും കരക്ക് വെച്ചിരുന്നത്. അത് ഞാൻ വീടിൻ്റെ അകത്തല്ല, പുറത്ത് ചെറിയൊരു പെര, അത് ഓലോണ്ട് മേഞ്ഞ ചെറിയൊരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ അടുപ്പുകളുണ്ടല്ലോ. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുണ്ട്. ഇന്നത്തെ ഗ്യാസല്ലേ, നമുക്കറിയാലോ, വ്യത്യാസങ്ങൾ അറിയാലോ. അന്ന് പറഞ്ഞാൽ തീ കൊണ്ട് ഈ വിറക് കൊണ്ട് കത്തിച്ച ചായയൊക്കെ നമ്മൾ കുടിച്ചിരുന്നു. അതിന് വേറെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ. കാരണം പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അന്നപ്പോൾ ഗ്യാസിൻ്റെ പേരിൽ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഗ്യാസിന് ഓർഡർ കൊടുത്തൊരു ഗ്യാസ് കിട്ടിയില്ല. പെട്രോളിന് വില കൂടി നാട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും കിട്ടിയേക്കണം. കാരണം ഗ്യാസ് ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കാര്യം നടക്കില്ല. കാരണം 6 മണിക്ക് ചില വീട്ടിലൊക്കെ സ്കൂൾ ബസ്സുകൾ വരും. അപ്പം അതിൻ്റെ മുന്നേ മക്കളെ
ഇണിപ്പിച്ചിട്ട് 5 മണിക്ക് ഇണിപ്പിച്ചിട്ട് എന്താ പറയുക, അവരെ കുളിപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസ് ഉണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുളിപ്പിക്കാൻ അങ്ങോട്ട് വിടാം, ഇവിടെ അടുപ്പത്ത് വെക്കുകയും ചെയ്യാം. ഭക്ഷണം ചായ എന്തായിക്കോട്ടെ അവരെ കുളിപ്പിക്കുക, കാരണം ഇവിടുന്ന് തിളച്ച് കഴിഞ്ഞാൽ വരിക ചായ എടുത്ത് കൊടുക്കുക, കുട്ടികളെ പറഞ്ഞേക്കാം. കാരണം പെട്ടെന്ന് നടക്കും ഗ്യാസ് ഉണ്ടെങ്കിൽ, മറ്റേ നടക്കില്ല. ചവറാകുമ്പോൾ നീക്കി കത്തിച്ച് സംഭവം ഒരാൾ കൂടെ വേണം. അതിനാണ് പഴയ അമ്മമാരൊക്കെ, ഈ അമ്മമാരിങ്ങനെ അവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ചോറ് എന്താ പറയുക, ആ ചവറൊക്കെ ഇങ്ങനെ നീക്കി ഇങ്ങനെ കത്തിക്കുന്നത് കാണാൻ ഭയങ്കര രസം. ആ കൊള്ളിയേറ്റ് എൻ്റെ വല്യമ്മ അങ്ങനെ ആ കൊള്ളിയേറ്റ് ഇങ്ങനെ നീക്കി. പക്ഷെ നമുക്ക് പ്രഷർ അടിക്കാൻ നമുക്ക് ഭ്രാന്താണ്. അപ്പോൾ അത് ഞാൻ പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും ഇനി എവിടെ പ്രശ്നം നടന്നാലും നമ്മൾ വിചാരിക്കും ആ രാജ്യത്തിന് മാത്രം പ്രശ്നം ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നം വരും. അതിൻ്റെ ആ ഒരു ഘടന അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇനിയും മറ്റുള്ള പോസ്റ്റുകളൊന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ സേഫാണ്, ഖത്തർ സേഫാണ്, ഖത്തർ ജനങ്ങളൊക്കെ സേഫാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. നമസ്കാരം.